അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ലെങ്ത്ത് കുറച്ച് കുറഞ്ഞുകൊണ്ട് ഇന്ന് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ നിങ്ങൾ അങ്ങനെ സൂചിച്ചണ്ട, ലെങ്ത്ത് കുറച്ച് കണ്ടേ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂടെ കേട്ടോ ഞാൻ പറയണത്. ഇനിയിപ്പോൾ ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയിക്കോളിട്ടോ. നമ്മളാരും നിർബന്ധിച്ചണമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്കൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ കാണുക. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറക്കരുത്. പിന്നെ 23 മിനിറ്റ് ആയത് വീഡിയോ അങ്ങനെ എടുത്ത് പോകുമ്പം അങ്ങനെ എടുത്ത് പോണതാണ്. പിന്നെ നമ്മളിതിൽ നിന്ന് കുറേയൊക്കെ വെട്ടി ചെറുതാക്കി ഇതാക്കുകയാണ്. പിന്നെ ഒക്കെ അങ്ങോട്ട് വെട്ടി ചെറുതാക്കിയാൽ പിന്നെ നമ്മളെ വീഡിയോയിൽ ഒന്നും ഉണ്ടാവില്ലല്ലോ. അത് എഴുതിയിട്ടാണ് കേട്ടോ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ടാണ് കേട്ടോ 23 മിനിറ്റ് ഉണ്ടാണത്. അപ്പോൾ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കണം. ഇഷ്ടമല്ലോല് സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി, ഇല്ലാത്തോല് സ്കിപ്പ് ചെയ്ത് പോയും ചെയ്തോളി കേട്ടോ. അപ്പോൾ നമുക്ക് ചായക്ക് കടി ഉണ്ടാക്കുന്നത് ദോശയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തലേന്ന് തന്നെ അരച്ച് വെച്ചിനി, അരിയും ഉഴുന്നൊക്കെ അരച്ച് വെച്ചിനി കേട്ടോ. മാവൊക്കെ ഉസാറായിട്ട് പൊന്തിയൊക്കെ വന്നിക്കണ്. പിന്നെ ചായക്ക് വെള്ളം വെച്ചിനി. അപ്പം നമ്മൾ ചെറിയ അടുപ്പാണ് കേട്ടോ കുറച്ച് നല്ലോണം കത്തുന്നത്. വലിയ അടുപ്പ് കുറച്ച് കത്തൽ കുറവാണ്. അപ്പം ഞാൻ ചായ മറ്റേ അടുപ്പത്തേക്കാണ് വെച്ച് ഇന്ന് അപ്പച്ചട്ടി ഞാൻ ഈ ചെറിയ അടുപ്പത്ത് വെച്ചിങ്ങനെ കേട്ടോ. ഇങ്ങനെ എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ട് നമുക്ക് അപ്പം ചുട്ട് കൊടുക്കാം. ഇന്ന് ഞാൻ ഈ ചട്ടിയിലാണ് കേട്ടോ ചുടുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ചാറ് എന്ന് വെച്ചാൽ ഞാൻ ചട്ടിയൊന്നും ഉണ്ടാക്കണില്ല. കുറച്ച് ഇന്നലത്തെ കുറച്ച് കടലച്ചാറുണ്ട്, പിന്നെ നമ്മൾ ഇന്നലെ വെച്ച കുറച്ച് മീൻചാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കജ്ജട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ചാറുണ്ടാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ചട്ടിനി ഉണ്ടാക്കണമെങ്കിൽ പച്ചമുളക് ഇല്ല കേട്ടോ. ഇപ്പോൾ ഈ നേരം വെളുക്കുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ പിടിക്കൊണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ ചാറുമ്പലൊക്കെ വിട്ട് നമുക്കവിടെ ഒപ്പിച്ചാട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഇതാക്കണേ, നമ്മൾ അപ്പമൊക്കെ അങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പം ചായൻ്റെ വെള്ളം മൂടി വെച്ച അടുപ്പ് തന്നെയാണ് ഈ അടപ്പ് മൂടി തന്നെയാണ് കേട്ടോ ഞാൻ അപ്പം മൂടിയേക്കണത്. അപ്പം അപ്പത്തിൻ്റെ മൂടിക്കാണ്ട് എടുത്തുകാണ്ട് ചായക്കാണ്ട് വെക്കും. ചായമന്ന് എടുത്തിട്ട് അപ്പത്തിൻ്റെ ഇതിന് മൂടി വെക്കും. അങ്ങനെയാണ് കേട്ടോ കാട്ടുന്നത്. വേറെ മൂടി ഉണ്ട് വെച്ചെങ്കിൽ അതിന് പുറത്തല്ല, അതുകൊണ്ട് കജൂട. പിന്നെ അപ്പം ഇതാക്കണേ ഞാനൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം മീൻചാറായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ ചട്ടിയിൽ അപ്പം ചുട്ടെടുക്കണത്. അല്ലെങ്കിൽ ചട്ടിനിയാണെന്ന് വെച്ചെങ്കിൽ മക്കൾക്കൊക്കെ ആ ചട്ടി നമ്മളെ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയില്ല അതിലപ്പം ചുട്ടാലാണ് കേട്ടോ ഓൽക്കൊക്കെ തീർപ്പതി. അപ്പോൾ ഇന്ന് ഞാൻ ഇതിലാണ് കേട്ടോ ചുടുന്നത്. അപ്പം ഇനി നമുക്ക് ബാക്കിയില്ല അപ്പം കൂടി ഇതേപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അപ്പം ചുടാനാകുമ്പോൾ ഞാനൊന്ന് തിരിച്ച് കുറച്ച് കൊടുക്കും. പിന്നെ എന്താണെന്ന് പറയുക, അപ്പമൊക്കെ ചട്ടി ഇങ്ങനെ ഗ്യാസുമ്മേ ചുട്ട് കഴിഞ്ഞാൽ ആ അപ്പച്ചട്ടി അതിൻ്റെ നടുണ്ടല്ലോ പെട്ടെന്ന് ദ്രവിച്ചു പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കജണതും അടുപ്പത്ത് തന്നെയാണ് ചുടൽ. എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ചുടലുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ഇതാക്കണേ ഞാൻ അപ്പം ചുട്ട് പൗതിയപ്പോൾ ഞാൻ എന്താട്ടി തരാം, ചായൻ്റെ വെള്ളം തിളക്കണേ അല്ല കേട്ടോ. മക്കൾക്കൊക്കെ മദ്രസക്ക് പോകണ്ടേ. അപ്പോൾ ഞാൻ എന്താട്ടി അത് ചായൻ്റെ വെള്ളം അങ്ങോട്ട് എടുത്ത് വെച്ചു. അപ്പോൾ ഇതിന് ഇന്നെ ചായൻ്റെ വെള്ളമൊക്കെ വേഗം തിളച്ചു കേട്ടോ. പിന്നെ ഞാൻ ചായപ്പൊടിയും പഞ്ചാരയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുറേ നേരമായിരിക്കണം കേട്ടോ മറ്റേ അടുപ്പത്ത് വെച്ചിട്ട് നമ്മളെ ചായൻ്റെ വെള്ളം പക്ഷേങ്കിൽ തിളക്കാൻ വല്ലാത്തൊരു പ്രയാസം. അപ്പോൾ ഇത് കണ്ണീർ ഒഴിച്ചും പോലെ ഇങ്ങനെ കുറച്ചീച്ച ഇങ്ങനെ കത്തണുള്ളൂ. അപ്പോൾ ഞാനത് മാറ്റിയിട്ടതാണ്. എന്നിട്ട് പിന്നെ നമ്മളെ കുപ്പിയും ഒക്കെ ഞാൻ പൊറുക്കി കൊണ്ടുപോയിക്കാണ് കേട്ടോ. ഉപ്പിൻ്റെയും പഞ്ചസാരയും അതേമാതിരി ചായപ്പൊടിൻ്റെ ഒക്കെ കുപ്പി ഉണ്ടെങ്കിൽ ഒക്കെ കൊണ്ടുപോയി നുള്ളി പൊറുക്കിയെടുത്ത് കൊണ്ടുവച്ചിക്കണേ. അപ്പോൾ പിന്നെ ഇതാക്കണം ചായൻ്റെ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള അപ്പം ചുട്ടെടുത്ത് പിന്നെ കുറേ ചുട്ടിട്ട് കാര്യമല്ല ബാക്കിയാവും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മാവ് ഞാൻ എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഇനി വൈകുന്നേരം സ്കൂളിൽ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കടി ഉണ്ടാക്കുക അതിനോണ്ട് എഴുതിട്ടോ. അങ്ങനെ ഇതാക്കണം ഞാൻ നമ്മളെ കടലേൻ്റെ ചാറ് ഇതാക്കണം കേട്ടോ. ഇത്രയുണ്ട്. പിന്നെ കുറച്ച് മീൻ ചാറും ഉണ്ട്. അപ്പം ഈ 2 ചാറും ഞാനൊന്ന് തിളപ്പിച്ചെടുക്കണുണ്ട് കേട്ടോ. ചിലപ്പോൾ ഈ മീൻ ചാറ് തന്നെ മതിയാവും, കടലച്ചാറ് പിന്നെയും ബാക്കിയായി കാരണം. അങ്ങനെ ഞാൻ കടലച്ചാറ് ഒന്ന് തിളപ്പിച്ചെടുത്തു. ഇനി നമുക്ക് കുറച്ച് മീൻ ചാറും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാക്കണേ ഇന്നലെ മീൻ ചാറ് കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ, പക്ഷേ എന്നാലും ബാക്കിയാണ് കേട്ടോ. അപ്പോൾ ചട്ടി ഇങ്ങനെ പരന്ന ചട്ടി ആയിട്ടാണ് ഈ കാരം. ചാറൊരു കണക്കറിയില്ല നമുക്ക്, ഏതായാലും കുറച്ചുണ്ടെങ്കിൽ അതുകൊണ്ട് ഇന്ന് രാവിലെ നമുക്ക് ചാറുണ്ടാക്കാതെ രക്ഷപ്പെട്ടു. പിന്നെ കുറച്ച് തിരുമ്പാനൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ നുള്ളി പൊറുക്കിയിടാണ്. അപ്പോൾ ഇതാക്കണം മക്കളൊക്കെ ഉണ്ടല്ലോ
ചേര വളയച്ചിടും പോലെ ഇങ്ങനെ എല്ലായിടത്തും കഴിച്ചിടും കേട്ടോ. പിന്നെ ഞാൻ നേരം വെളുത്തച്ച അതൊക്കെ നുള്ളി പൊറുക്കണ പണിയാണ്. എത്ര പറഞ്ഞാലും കേൾക്കില്ല കേട്ടോ. ചെറിയ മക്കളിലേറെ കട്ടാണ് വലിയ മകൻ. പറയുമ്പോൾ 10-18 വയസ്സായിക്കണി. എന്തപ്പോൾ കാട്ടുന്നത്, ചെറിയ കുട്ടികളെ മാതിരിയാണ് കേട്ടോ. അപ്പോൾ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് കൊണ്ടാണ്. അപ്പോൾ അതൊക്കെ ഞാൻ പൊറുക്കിക്കാണ്ട് അവിടെ വെച്ചിക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ മക്കൾക്കൊക്കെ ചായ കൊടുക്കണം കേട്ടോ. ഓൽക്കൊക്കെ മദ്രസക്ക് പോകാനായിക്കണേ. അപ്പം ഞാൻ അതിന് വേണ്ടി രണ്ടാക്കും അപ്പം ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം മിന്നുട്ടിനോട് ചോദിച്ചു കേട്ടോ ചാറ് വേണോ. അപ്പോൾ പറഞ്ഞ് ഓക്ക് ചാറ് വേണ്ട, പഞ്ചസാര മതിയായിരുന്നു. അപ്പോൾ ഓക്കൊരു തുള്ളി പഞ്ചസാര ഇട്ട് കൊടുത്തു. അപ്പോൾ സനുവിനോട് ചോദിച്ചപ്പം മീൻചാറാൻ വേണ്ടി കടലച്ചാറാൻ വേണ്ടി വെച്ചപ്പോൾ പറഞ്ഞിച്ച് വെറും ചായ മതിയാണ്. അപ്പം കാലിച്ചായയും കുടിച്ചിട്ടാണ് മദ്രസക്ക് പോയത് കേട്ടോ. മിന്നുട്ടിക്ക് പിന്നെ നേരം വെളുത്താൽ എന്തെങ്കിലും കടി വേണം കേട്ടോ. അതും കൂട്ടിയാൽ ഓള് കുടിച്ചോളൂ. വലൈക്കും സലാം. വലൈക്കും സലാം. അപ്പം അങ്ങനെ ഓല് സലാനൊക്കെ പറഞ്ഞ് ഓല് പോയിട്ടോ. മക്കൾ പോയി. അങ്ങനെ മക്കളൊക്കെ പറഞ്ഞേച്ച് കഴിഞ്ഞിട്ട് മിറ്റൊക്കെ അടിച്ചോരി വന്നിട്ട് പിന്നെ ഞാൻ ചായ അടിച്ചാണ് കേട്ടോ. അപ്പോൾ ഈ അപ്പം ആയതുകൊണ്ട് മീൻചാറ് നല്ല രസമാണ് കേട്ടോ അതിലേക്ക്. അപ്പോൾ ഞാൻ മീൻചാറും കൂട്ടിയാണ് തിന്നത്. കടലച്ചാറും ആണെങ്കിൽ പാര ആർക്കാണെങ്കിലും. പിന്നെ ചായയുടെയൊക്കെ കഴിഞ്ഞ് ഞാൻ പാത്രമൊക്കെ ഒന്ന് മോറിയെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ ഞാനൊക്കെ നുള്ളി പൊറുക്കി എടുക്കുന്നുണ്ട്. പിന്നെ ചായയുടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ മിക്കവാറും ദിവസം പാത്രം മോറൽ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പാത്രം മോറിയിട്ട് ചായ കുടിക്കുകയാണെങ്കിൽ മനസ്സിക്കൊരു തീർപ്പതി ഉണ്ടാവില്ല, ഭയങ്കര ഗതികേടാണ്. അപ്പോൾ ചായയുടെ കഴിഞ്ഞാൽ പിന്നെ ഒക്കെ പാട് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ നുള്ളി പൊറുക്കിയെടുക്കാണ്ടാവും. പിന്നെ ചായ കുടിച്ചതിൻ്റെ മുന്നേ ആണെങ്കിലോ പിന്നെ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ മോറാൻ. അപ്പം പിന്നെ ചായ കുടിച്ചിട്ടാണ് മോറിയാൽ ഒക്കെ പാടെ ഒപ്പം നുള്ളി പൊറുക്കി കണ്ടാണ്ട് മോറിയാൽ മതിയല്ലോ. അങ്ങനെ അതൊക്കെ മോറി ഞാൻ ഒക്കെ കവുത്തി വെച്ചിക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ അടിച്ചോരി പിന്നെ കുറച്ച് തിരുമ്പാണ്ട് തന്നെയല്ലോ. അപ്പോൾ ഇന്ന് മെഷീനിലൊന്നും ഇടണില്ല കേട്ടോ. ഇന്ന് ഞാൻ കല്ലുമ്മലാണ് തിരുമ്പണത്. അപ്പോൾ കുറച്ചുണ്ടായിന് കേട്ടോ, കുറച്ച് തന്നെ ഉള്ളൂ. പിന്നെ അത് നിസ്കാരക്കുപ്പായുണ്ട്, പിന്നെ മക്കളെ യൂണിഫോം ഉണ്ട്, ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ സാബൂനും തിരഞ്ഞപ്പോൾ ഈ നടക്കുന്നത്. പിന്നെ ബെഡ്ഷീറ്റ് ഉണ്ട്. അപ്പോൾ ഒന്ന് ഒരു ബെഡ്ഷീറ്റുള്ളൂ. അപ്പോൾ പിന്നെ അത് ഞാൻ മെഷീനിലിടാനാവില്ല എഴുതി. അപ്പോൾ അതും കല്ലുമ്മ തന്നെയാണ് തിരുമ്പുക. ഇതാണ് കഴിഞ്ഞിട്ട് വേണം ആ ബെഡ്ഷീറ്റ് തിരുമ്പാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ തിരയണത് സാബൂനാണ് കേട്ടോ. സാബൂൻ എവിടെ വെച്ചെന്നൊരു പുടുത്തമല്ലേന്. ഏതായാലും ആ കല്ലിൻ്റെ ചോട്ടിലുണ്ടായി കേട്ടോ. പിന്നെ ഞാൻ സാബൂനൊക്കെ തേച്ച് തിരുമ്പുകയാണ്. അപ്പോൾ നമ്മളെ ഇപ്പുറത്തെ പരിയത്തുണ്ടല്ലോ, അയലോകത്തെ താത്ത വർത്താനത്തിനുണ്ട് കേട്ടോ. വർത്താനം പറയും ചെജ്ജും തിരുമ്പും ചെജ്ജണുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ അങ്ങനെയാണോ? ഇങ്ങനെ തിരുമ്പുമ്പോഴൊക്കെ അയലോക്കത്തു നിന്ന് ആരെങ്കിലുമൊക്കെ വർത്താനം പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലുണ്ടോ? അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താട്ടി വർത്താനം പറയുന്നതിൻ്റെ ഇടയിൽ ചെറിയതൊക്കെ ഉണ്ടല്ലോ, ഓരോ മക്കളെ ഷർട്ടൊക്കെ ഉണ്ട്, യൂണിഫോമിൻ്റെ ഷർട്ട് നിക്കർ, അതിലൊക്കെ സാബൂൻ തേച്ച് വെക്കുകയാണ് കേട്ടോ. പിന്നെ വർത്താനം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തിരുമ്പിയാൽ മതിയല്ലോ. അപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ രണ്ടും നടക്കും. അപ്പോൾ അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താട്ടി ഒരുമ്പി വെക്കുകയാണ് കേട്ടോ. അപ്പം തിരുമ്പണമൊക്കെ പാടെ വീഡിയോ എടുത്താൽ കുറേ ലെങ്ത്ത് പിന്നെയും കൂടും കണ്ടില്ലേ. എന്നിട്ട് തന്നെ ഞാൻ ഉണ്ടായിനി ഒക്കെ വെട്ടിച്ചുരുക്കിയതാണ് കേട്ടോ. പിന്നെ അതൊക്കെ ഞാൻ ഒരുമ്പി ആ കല്ലുമ്മ വെച്ച് പോന്നിക്കണം കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് തോരടാം. അപ്പം മിന്നുട്ടിക്ക് ഇന്ന് ഓക്ക് സ്കൂളുണ്ട്, സനുവിന് സ്കൂളില്ല കേട്ടോ. ഇലക്ഷനൊക്കെ അല്ലേ. അപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ട് സനുവിനില്ല, മിന്നുട്ടിക്ക് സ്കൂളുണ്ട് കേട്ടോ. അപ്പോൾ ഓക്ക് കൊണ്ടുപോകാനും വേണ്ടി ഒരു കേങ്ങ് എടുത്ത് കാണും പൊരിച്ചിക്കാണ്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ ഓക്ക് ഒലിക്കിട്ടോ രണ്ടാക്കും സ്കൂൾക്ക് കൂട്ടാനൊന്നും ഇപ്പോൾ കൊടുത്തേക്കലില്ലേനി. അപ്പോൾ ഇന്ന് ഞാൻ എന്തെങ്കിലും ഒക്കെ വേണം. 37 ഇന്ന് സനുവിന് സ്കൂളില്ലാത്തതുകൊണ്ട് ഒരു മടിയുണ്ട് പോകാൻ. അപ്പോൾ ഇന്ന് കൂട്ടാനൊന്നും ഉണ്ടാക്കാൻ എന്നാൽ ഇങ്ങനെ നുള്ളി പൊറുക്കി പറഞ്ഞുകൊണ്ട് വെക്കും. അപ്പോൾ ഓക്ക് ഞാൻ കേങ്ങ് പൊരിച്ച് ബാഗിലിട്ട് കൊടുത്ത് ഓളെ കൊണ്ടുപോയാക്കി വന്നു കേട്ടോ. സ്കൂൾ കൊണ്ടുപോയാക്കി വന്നിട്ട് പിന്നെ ഞാൻ ചോറ് കുക്കറിൽ തീമിട്ടു. പിന്നെ ഇതാക്കണം ബാക്കി ഇന്നലെ എടുത്ത മീനിൻ്റെ ബാക്കിയാണ്, അതൊക്കെ ഒന്ന് നന്നാക്കി എടുത്തു. അപ്പോൾ ഇന്ന് ചാറക്കണമൊന്നുമില്ല കേട്ടോ. ഇന്ന് ഞാൻ ഇതൊക്കെ പൊരിച്ചാണ്. ഇന്നലെ മീൻചാറ് വെച്ചില്ലേ, ഇനിയിപ്പോൾ ഇന്ന് മീൻചാറ് വേണ്ട. എന്നും മീൻചാറായി കഴിഞ്ഞാൽ പിന്നെ ഒരു മടുപ്പേക്കാരം. അപ്പം ഞാനിതാക്കണേ ഒരു വലിയൊരു അയിലമീൻ ഉണ്ടായിനി. ആ അയിലമീനൊന്ന് ഞാൻ മുറിച്ചിക്കണം കേട്ടോ. പിന്നെ മീനൊക്കെ ഒന്ന് വരിഞ്ഞ് കൊടുക്കണം കേട്ടോ. വരിഞ്ഞ് കൊടുത്താൽ ഉപ്പും മുളകൊക്കെ മീനിൽ പൊടിച്ചും ചെജ്ജും നല്ല രസമായി കാരം. അപ്പോൾ ഞാൻ മസാല ഇന്നലെ മീൻ മസാല കൂട്ടിയ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ. അതിൽ കുറച്ച് മുളകും പൊടിയൊക്കെ ഉണ്ടായി. അപ്പോൾ അത് കഴുകി കളയാണ്ട് വെച്ചിട്ട് ആ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ പിന്നെ മസാല ഇട്ടണത്. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും കുറച്ച് വലിയ പാത്രം എടുത്തൂടെ പറഞ്ഞോളേ. അപ്പോൾ ഞാൻ അതിൽ മുളകും പൊടിയൊക്കെ ആക്കിയത് തന്നെയാണ്. ഇനിയിപ്പോൾ വേറൊരു പാത്രത്തിൽ ഇപ്പം ഇനി ഈ മുളകും പൊടിയൊന്നും ആക്കാനാവില്ല, അതും മോറാനാവില്ലേ. അപ്പോൾ
അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ കണ്ട് വേവിക്കണ മാതിരിയൊക്കെ ഉണ്ട് കുഴച്ച് ഏതായാലും സെറ്റാക്കി എടുത്തുക്കണം കേട്ടോ. മസാലയൊക്കെ എല്ലാ മീനുമ്മലും പിടിച്ചിക്കണം കേട്ടോ. അപ്പോൾ ഉപ്പുണ്ടോ നോക്കാൻ മറന്നിനി. അപ്പോൾ മീൻ കുഴച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഉപ്പുണ്ടാക്കിയത്. അങ്ങനെ ഞാൻ മീനൊക്കെ മസാല കൂട്ടി വെച്ചിക്കണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കത് പൊരിച്ചാൽ മതിയല്ലോ. അപ്പോൾ കണ്ടില്ലേ, രാവിലെ ചുട്ട അപ്പമാണ്, ഒന്ന് ബാക്കിയാണ്. എന്നാൽ തന്നെ അത് ഞടങ്ങ തട്ടിക്കളിച്ചും. ചിലപ്പോൾ മിന്നൂട്ടി സ്കൂളിട്ട് വന്നാൽ ഒന്ന് തിന്നും, അല്ലെങ്കിൽ തിന്നൂല. അതാ ഞാൻ പറഞ്ഞത് മാവ് കുറച്ച് എടുത്ത് വെച്ചത്. ഒക്കെ പാടെ ചുട്ടാൽ ബാക്കിയാവില്ല എഴുതിയിട്ട്. അപ്പോൾ ഒന്നേനപ്പോൾ ബാക്കിയായില്ലേ. അപ്പോൾ ചോറ് ഞാൻ നോക്കുമ്പം ഒന്നുകൂടി എന്ത് തിളക്കാണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താട്ടിന്നറിയാം, അത് ഒന്നുകൂടി ഞാൻ ഗ്യാസുമ്മേൽ തന്നെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടി തിളക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ചിലപ്പം തണുത്ത് കഴിഞ്ഞാൽ ചോറൊന്ന് വെറുങ്ങരിച്ചു. അപ്പോൾ പിന്നെ കൊല്ലിന്ന് ഇങ്ങോട്ട് ഇറങ്ങൂല തന്നെയാണ് ചോറ് വെച്ചുമ്പോൾ. അപ്പോൾ ഒന്നുകൂടി തിളച്ചോട്ടെ വിചാരിച്ചിട്ട് ഞാൻ ആ ഗ്യാസുമ്മേൽ തന്നെ ഒന്ന് വെച്ചിക്കണം കേട്ടോ. ഇനി മൂടി വെക്കണമൊന്നുമില്ല. ചിലപ്പോൾ മൂടി വെച്ചാൽ ചിലപ്പോൾ ഇനി വേഗേറും. പിന്നെ ഇന്നലത്തെ കുറച്ച് ചോറും ഉണ്ടായിട്ടോ, അതും ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിനി. അപ്പോൾ ആ ചോറിനൊന്നും ഒരു കേടുമില്ല കേട്ടോ. അപ്പം ഈ ചോറും കൂടി ഉണ്ടായതുകൊണ്ട് അതിന് കണക്കാക്കിയിട്ടാണ് കേട്ടോ ഞാൻ അരിയിടുക. അപ്പോൾ 200 അരി ഇടുകയാണെന്ന് വെച്ചെങ്കിൽ പിന്നെ 200 ഇടുള്ളൂ. കാരണം ഈ ചോറുണ്ടാവുമല്ലോ. അപ്പം പിന്നെ 200 ചോറും അരിയും പിന്നെ ഈ ചോറും പാടെ ആകുമ്പം നമ്മൾ വെക്കുന്ന ചോറൊക്കെ ബാക്കിയേക്കാരം. അപ്പോൾ പിന്നെ അതിന് കണക്കാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ചോറ് ബാക്കിയുണ്ട് വെച്ചെങ്കിൽ അതിനനുസരിച്ചൊക്കെയാണ് നമ്മൾ അരിയിടൽ. അപ്പം അതുകൂടി ഇട്ടിട്ട് ഒന്ന് നല്ലോണം തിളക്കണം കേട്ടോ. തിളക്കാഞ്ഞാൽ ചോറ് നാശമാവും കേട്ടോ കുറച്ച് കജ്ജുമ്പോത്തിന്. അപ്പം കുറച്ച് കജ്ജുമ്പോത്തിനാണ് നമ്മൾ ഉച്ചക്കും വൈകുന്നേരത്തിനും കണ്ടു വെക്കുന്നതാണ്. അപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേന് ചോറ് വെച്ചാനാകുമ്പോഴത്തേന് ചിലപ്പോൾ കേടും. അപ്പം നല്ലോണം ഒന്ന് തിളച്ചെങ്കിൽ നന്നാവുള്ളൂ കേട്ടോ. അപ്പം ഞാൻ നല്ലോണം തിളച്ച് വന്നപ്പം ഞാൻ ഇതാക്കണേ ഊറ്റിക്കണം കേട്ടോ. നല്ലോണം തിളച്ചിട്ടാണ് കേട്ടോ ഞാൻ ഊറ്റിയിടുന്നത്, അല്ലെങ്കിൽ ചോറ് നാശമാവുകയെ. ചോറിട്ട് കഴിഞ്ഞാൽ നല്ലോണം തിളച്ച് ഇതാണ്. പിന്നെ ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ വാർന്ന് ഇതാകട്ടെ. അപ്പോൾ കുക്കറിൽ അടിയിൽ കുറച്ച് ചോറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചുവറ്റി പറന്നാണ്. അപ്പം ചുവറ്റി പറന്നിട്ടായിട്ടില്ല. പിന്നെ ഞാൻ കുറച്ച് പച്ചവെള്ളം കൂടിയൊക്കെ പാർന്ന് കുക്കറിനത്തെ ചോറൊക്കെ ഞാൻ ഇതാക്കിക്കണം. എന്നിട്ട് പിന്നെ മറ്റേ കുക്കറിന്മേൽ തന്നെ വെച്ചിക്കാണ് കേട്ടോ. ഇനി നമുക്ക് വെണ്ടക്ക ചാറൊക്കെയാണ്. ഇനി ജീരുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ എടുത്തിട്ട് ഞാൻ ഒന്ന് കുത്തി ചതക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ക്ലാസ്സിലിട്ട് കണ്ടാണ് കേട്ടോ ഇപ്പോൾ ചതച്ചെടുക്കൽ. നല്ല എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ ചതച്ചെടുക്കാൻ. പിന്നെ ഇപ്പോൾ നമ്മളൊരു കുത്തരൽ വാങ്ങിയാൽ എന്താണെന്ന് അറിയാം, അത് ആ മൂലൊക്കെ കടക്കുണ്ടിയാണ്, വെറുതെയാണ്. ഒരു 10 or 100 കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 100 ഉറുപ്പ്യക്കൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല. 10-200 ഉറുപ്പ്യ ഏതായാലും വേണ്ടി വരും. അത് കൊടുത്തിട്ട് നമ്മൾ വാങ്ങിയാൽ പിന്നെ അത് മൂലൊക്കെ കടക്കേണ്ടി വരും. നമ്മൾ മിക്ക ആൾക്കാരും അങ്ങനത്തെ ഉണ്ട് വെച്ചെങ്കിൽ ഒരുവിധം ആൾക്കാരൊന്നും അത് എടുക്കില്ല. നമുക്ക് മിക്സിയിലേക്കാരും എളുപ്പം അത് അതിലാണ് കൊണ്ടുപോയിടും. അപ്പം അതുകൊണ്ട് നമ്മൾ എന്താട്ടി വാങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ക്ലാസ്സിലിട്ട് ചതച്ചുകൊണ്ട് തന്നെ നല്ല എളുപ്പത്തിൽ ചതയുന്നുണ്ട് കേട്ടോ. നമ്മളെ കുത്തരലിൽ കുത്തിയെടുക്കണ മാതിരി തന്നെ വേഗം ചതഞ്ഞ് വരുന്നുണ്ട്. അപ്പം ഇനി ഞാൻ കാട്ടുന്നുണ്ട്, നിങ്ങളാരും കാട്ടാൻ നിൽക്കണ്ട കേട്ടോ. ക്ലാസ് പൊട്ടിയാൽ ഇനി പറയരുതേ. അപ്പോൾ ഞാൻ അതിൻ്റെ നാക്കിലൊക്കെയാണ് ഞാൻ കുത്തി ചതക്കൽ. പിന്നെ ഞാൻ വെണ്ടയ്ക്ക ചാറക്കണം കേട്ടോ. കുടിയിൽ നിന്ന് കൊടുന്ന വെണ്ടയ്ക്കയാണ്. നമ്മളപ്പോൾ വീഡിയോ കാണുമ്പം ഈ ബലാല വെണ്ടക്ക കൊണ്ടുപോയിട്ട് ഇനിയും ചാറ് വെച്ചില്ലായിരുന്നൂല്ലേ. അപ്പോൾ ഒന്ന് ചാറാണ് വെക്കുന്നത്. അതിന് വെളിച്ചെണ്ണ ചൂടാക്കി ഉലുവയും കടുകും പൊട്ടിച്ച് നമ്മളെ വെണ്ടക്ക അയക്കാണ്ട് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാണ് കേട്ടോ. ഇത് നാടൻ വെണ്ടയ്ക്കാണ് കേട്ടോ, നമ്മളെ കുടിയിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിന് ഒരു കോപ്പ് ഉണ്ടാവുമല്ലോ അതിന്. അപ്പോൾ അതൊന്ന് ഇതാകാനും വേണ്ടിയാണ് ഞാൻ ആ എണ്ണയിലിട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ചതച്ചെടുത്ത് നമ്മളെ വെളുത്തുള്ളി ചീരുള്ളിയാണ് കേട്ടോ, അതും ഞാൻ അതിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ എന്താക്കണേ നല്ലോണം ഒന്ന് അതൊക്കെ ഒന്ന് വാടി വരട്ടെ. വാടി വന്നിട്ട് പിന്നെ നമുക്കൊരു ചെറിയൊരു തക്കാളിയും കൂടി ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കണുണ്ട് കേട്ടോ. ഞാൻ തക്കാളിയും കൂടി ഒന്ന് വാടി വരണം. എന്നിട്ട് പിന്നെ നമുക്ക് കുറച്ച് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഏതൊരു ചാറാണെങ്കിലും ഇപ്പോൾ ഇതെന്താണെന്നറിയോ, വെണ്ടക്കച്ചാറാണ്. മീൻ ചാറ് വെക്കുകയാണെങ്കിലും ഇതേപോലെ തന്നെ. അപ്പോൾ മീനിന് പകരം വെണ്ടയ്ക്കാണ് എന്നുള്ളൂ, മാറ്റമൊന്നുമില്ല അല്ലേ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ. ഞാൻ കുറച്ച് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് പിന്നെ പച്ചമണം ഒന്ന് മാറുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം പാർന്ന് കൊടുക്കട്ടോ. കുറേ ചാറൊന്നും വെക്കണില്ല, കുറച്ച് ചാറേ വെക്കണുള്ളൂ. അപ്പം ഇനി അതവിടെ കടന്ന് തിളച്ച് ആ വെണ്ടയ്ക്കൊന്ന് വേകട്ടെ. അപ്പം മക്കൾക്കൊക്കെ മിക്കവാറും കഞ്ഞി തന്നെ ഈക്കാരം വേണ്ടി വരാം.
അപ്പോൾ പിന്നെ ചാറ് കുറേ ഉണ്ടാക്കിയിട്ട് കാര്യമല്ലല്ലോ. അപ്പോൾ ഇനി ചാറ്റിൽ ഉപ്പൊക്കെ ഉണ്ടാക്കിയാണ്, ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ തുള്ളി വെള്ളം കൂടി ഞാൻ പാർന്നിക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്ന് പറയുക, തിളച്ച് പറ്റുമ്പം പറ്റല്ലാതെ നിൽക്കരുത്. അപ്പോൾ പിന്നെ വൈകുന്നേരം നിന്നെ ഞാൻ ചാറും തിരഞ്ഞെടുക്കേണ്ടി വരും. പിന്നെ ഒരു പുളി, പച്ചപ്പുളി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പൊട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുളി ഇല്ലാഞ്ഞാലൊരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ചെറിയൊരു പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പച്ചപ്പുളി. ഞാൻ അതിൽ കിടന്ന് അങ്ങനെ തിളച്ച് വന്നോളും. അപ്പോൾ അതവിടെ കിടക്കട്ടെ. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് നോക്കാം. മൂടി വെച്ചിട്ട് ഒന്ന് തിളച്ച് നമ്മൾ വെണ്ടയ്ക്ക ഒന്ന് സെറ്റായി വരട്ടെ കേട്ടോ. അങ്ങനെ അതവിടെ ആകട്ടെ. അപ്പോഴത്തേന് നമുക്ക് നമ്മളെ വീതനയൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ എത്ര തുടച്ചാലും ലാസ്റ്റ് ഒന്നും കൂടി തുടക്കാനുണ്ടാകും. അത് വേറെ കാര്യം. ഇങ്ങനെ ഒരു പണി കജ്ജുമ്പോൾ ഒരു കണി കജ്ജുമ്പോൾ അങ്ങനെ തുടച്ചിട്ടില്ലെങ്കിൽ വല്ലാത്തൊരു പൊറുതിയേടാണ് കേട്ടോ. അവിടെ ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ ലാസ്റ്റ് ഒരു തുടക്കലും കൂടി നമ്മൾ തുടക്കും കേട്ടോ. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവൂലേ, അത് എഴുതിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു പൊറുതിയേടാണ്. അപ്പോൾ അങ്ങനെ തുടക്കുകയാണ് കേട്ടോ. ഇത് സീരിയല്ല കേട്ടോ, അത് നമ്മളെ കുടിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നമ്മളെ ആങ്ങളെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുടിയിൽ നിന്ന് പോന്നപ്പോൾ കൊണ്ടുവന്നതാണ്. നല്ല സുഖമുണ്ട് കേട്ടോ അതിനോട് തുടക്കാൻ. അപ്പോൾ ഞാൻ കൊണ്ടുവന്നതേന്. അപ്പോൾ അങ്ങനെ ഇതാക്കണേ. കുറച്ചും കൂടി പച്ചപ്പുളി ഉണ്ട്. അപ്പോൾ അതിനോടൊന്നൊരു സമ്മന്തി അരച്ച് നോക്കിയാലോ, നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ സമ്മന്തി അരക്കുമ്പോൾ ചീരാപ്പറങ്കികൾക്ക് വേണമല്ലോ. അപ്പോൾ ഞാൻ പിന്നെ നമ്മളെ മിന്നൂട്ടിനെ സ്കൂളിൽ കൊണ്ടുപോയി പോന്നപ്പോൾ അവിടെ താത്താൻ്റെ അടുത്ത് കയറിയിട്ട് അവിടെ നിന്ന് ഞാൻ കുറച്ച് ചീരാപ്പറങ്കികൾ കൂടിയും പറിച്ച് പോന്നിക്കണം കേട്ടോ. അപ്പോൾ ഈ സമ്മന്തി അരക്കണമെങ്കിൽ ചീരാപ്പറങ്കികൾക്ക് മാണെണ്ണയാളെ, അതാണ് രസം. അപ്പോൾ കണ്ടില്ലേ, നല്ല സുന്ദരി മുളകല്ലേ കാണാൻ. അപ്പോൾ ഞാനിതാക്കണേ, അതിന് കുറച്ച് പുളി എടുത്തിട്ട് ഞാൻ സമ്മന്തി അരക്കാൻ കേട്ടോ. ബാക്കി പുളിയും ബാക്കി മുളകും അതിൽ നിൽക്കട്ടെ. ഇന്നിപ്പോൾ മുളകില്ലാത്തതുകൊണ്ടാണ് നമ്മളിന്ന് ചട്ടിനി ഉണ്ടാക്കാഞ്ഞത് കേട്ടോ. അപ്പം അങ്ങനെ ഇതാക്കണേ, നമ്മളെ പുളിയും നമ്മളെ മുളകും പാടെ ഞാനൊന്ന് നല്ലോണം ഒന്ന് കേകി എടുക്കണുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതൊക്കെ പാടെ കൂട്ടിയൊരു സമ്മന്തി നമുക്ക് അരക്കാം. അപ്പോൾ തന്നെ നമ്മളെ വെണ്ടക്കച്ചാറൊക്കെ റെഡി ആക്കണേ, അതാണ്ട് ഓഫാക്കി വെച്ചിക്കണേ. ഇനി നമ്മളെ സമ്മന്തിക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ചീരാപ്പറങ്കികളൊക്കെ ഇട്ട് സമ്മന്തി അരച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അമ്മിമ്മക്ക് തന്നെയാണ് കേട്ടോ പോണത്. ഇങ്ങനത്തെയൊക്കെ സമ്മന്തി അരക്കുകയാണെങ്കിൽ നമ്മൾ അമ്മിമ്മ തന്നെ അരക്കണം, അതാണ് രസം. അപ്പോൾ ഞാൻ അമ്മിയൊക്കെ നല്ലോണം ഒന്ന് മോറി എടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ അമ്മിമ്മ എപ്പോഴേലൊക്കെ അരക്കണതല്ലേ, എപ്പോഴും നമ്മൾ അരക്കണില്ലല്ലോ. അപ്പം ഞാൻ അതും കൂടി അമ്മിമ്മ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് അമ്മിമ്മട്ടാണ്ട് അരക്കണം. നല്ല അടിപൊളിയായിട്ടില്ല പച്ചപ്പുളിയും കാന്താരിയൊക്കെ ഇട്ടിട്ടുള്ള സമ്മന്തി സൂപ്പറായിട്ട് എടുക്കാം. ഈ ഒരു സമ്മന്തി മാത്രം മതിയാവും ചിലപ്പം ചോറ് തിന്നാൻ. അപ്പോൾ ചാറിന്ന് വെറുതെ ഉണ്ടാക്കിയത് ഈ കാരം. ചാറുണ്ടാക്കിയിട്ടില്ലെങ്കിൽ മക്കൾക്കൊരു ചോദ്യമാണ്, എന്താ ചാറില്ലേ എന്നുള്ളത്. അപ്പം അതിനൊരു കുരു ഉണ്ടാവില്ലേ നമ്മൾ ഈ പച്ചപ്പുളിക്ക്, അത് കൂട്ടി അരച്ചാൽ കഴിച്ചു ഈ കാരം. അപ്പോൾ അത് എഴുതിയിട്ട് ഞാൻ അതിൻ്റെ കുരുവൊക്കെ ഒന്ന് മാറ്റിയെടുക്കണുണ്ട് കേട്ടോ. ആ കുരു കൂട്ടി അരച്ചാൽ ചിലപ്പോൾ കഴിച്ചൂലേ. അത് നമ്മൾ പുളി തിന്നുമ്പോഴും അങ്ങനെ തന്നെയാണല്ലോ, തിന്നുമ്പോൾ ഒരു കയ്പ്പാണ് അതിന്. അപ്പോൾ അങ്ങനെ ഞാൻ അതിൻ്റെ കുരുവൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണുണ്ട് കേട്ടോ. അത് ഇതെല്ലാം അരച്ചപ്പോൾ എന്തോ ഒരു മണമെന്നറിയാം, നല്ല മണം ഉണ്ടായിന് കേട്ടോ. അപ്പോൾ നമ്മളെ സനുട്ടനാണ് ഇപ്പം ഒന്ന് വീഡിയോ എടുത്തിരുന്നത്. അപ്പോൾ ഓൻ തന്നെ പറയുന്നുണ്ട്, എന്തോ ഒരു വാസന സമ്മന്തിക്ക് അറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് നൈസായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ ഞാനിതാക്കണേ ഒക്കെ നല്ലോണം അരച്ചെടുത്തുക്കണേ. ഇനി നമുക്ക് അമ്മീമത്തൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് നമുക്ക് നമ്മളെ പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. എന്താ അതിൻ്റെ ഒരു മണോ, സൂപ്പർ മണം. അപ്പോൾ ഞാൻ അത് അതിൻ്റെ പാത്രത്തിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇനി ഇങ്ങനെ സമ്മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ അമ്മീമ്മ തന്നെ അരച്ചുണ്ടാക്കണം, അതാണ് രസം തന്നെയാളെ. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയതാണ് കേട്ടോ. അതിൻ്റെ മക്കളെ എന്താണ് ആ കുരുപ്പിൻ്റെ ഒരു ചാത് എന്നറിയോ, സമ്മന്തിൻ്റെ നല്ല അടിപൊളി. ഞാനത് പറഞ്ഞപ്പോഴാണ് കേട്ടോ സനുട്ടൻ ചിരിച്ചാണ്, അതുകൊണ്ടാണ് ഓൻ ചിരിച്ചിട്ടുണ്ട്. അപ്പം അച്ഛൻ ചിറിയെന്നാണ് കേട്ടോ, അതാണ് ഞാൻ അങ്ങനെ ചിരിച്ചത്. കണ്ടില്ലേ നമ്മളെ സമ്മന്തിൻ്റെ ഒരു ചൊറുക്ക് മാത്രമൊന്നുമല്ല, ഈ കുരുപ്പിന് നല്ല ചാതും ഉണ്ട് കേട്ടോ. അത് അരച്ച് തിന്നവർക്കൊക്കെ അറിയാം, പണ്ടത്തെ ആൾക്കാരൊക്കെ അങ്ങനെയൊക്കെ സമ്മന്തി അരച്ച് കഴിഞ്ഞാലോ. അങ്ങനെ ഇതാക്കണേ നമ്മൾ സമ്മന്തിയൊക്കെ അരച്ച് കഴിഞ്ഞ് മീൻ പൊരിച്ചാനും വേണ്ടി ചട്ടി തീമച്ച് അതിൽ കരിയേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് മീനൊക്കെ പൊരിച്ചാണ് കേട്ടോ. അപ്പോൾ തലോട് കൂടി തന്നെയാണ് കേട്ടോ പൊരിച്ചണത്. അയിലത്തല അളിയനാണ് കാരണം മതി, അയിലത്തല ഒന്നും നമുക്ക് ഇമ്മാക്കില്ലതാണ് കേട്ടോ. അപ്പം മക്കൾക്കൊന്നും അയിലൻ്റെ തല പറ്റൂല.
പിന്നെ അയില മീൻ തന്നെ എന്താണെന്നറിയോ നന്നാക്കാൻ സുഖമാണ്. പിന്നെ മീൻ ഈ അയില തന്നെ തിന്നാൽ പുണ്ണൊക്കെ ഉണ്ടാവും. പറഞ്ഞിട്ട് ഇപ്പം എത്താ കാട്ടണത്, ചെളുക്കിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എളുപ്പമാണ് നന്നാക്കാൻ. അങ്ങനെ മീനൊക്കെ ഞാൻ പൊരിച്ച്. അപ്പോൾ സനുവിന് ചോറ് വിളമ്പാൻ പറഞ്ഞപ്പോൾ പറഞ്ഞ് ഇച്ചിരി കഞ്ഞി മതിയും. ഞാൻ പറഞ്ഞില്ലേ മക്കൾക്ക് കഞ്ഞി മതിയാവും. അപ്പോൾ ഓന് പറഞ്ഞു ഉമ്മച്ചിയെ സമ്മന്തിയും കഞ്ഞി മതിട്ടോ പറഞ്ഞു. അപ്പോൾ ഓനൊരുന്നുള്ള സമ്മന്തിയും മീനും കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മീനൊക്കെ ഞാൻ മറിച്ചിട്ട് കൊടുത്തിന്. അപ്പോൾ ഓന് മീൻ കൊടുത്തപ്പം ഓൻ പറഞ്ഞ് തല ഓന് മാണ്ടല്ലോ. അപ്പോൾ ഞാൻ ആ തല ഞാൻ പൊട്ടിച്ചെടുക്കാണ് കേട്ടോ. തലച്ച് ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ പൊരിച്ചത് തിന്നാൽ നല്ല രസമാണ്. പൊരിച്ചതാണെങ്കിലും ചാറ്റത്തതാണെങ്കിലും ഒക്കെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഓനിതാക്കണ് ഓരോ മീൻ ഇട്ട് കൊടുത്തു. ഇനി ഞാൻ ഒന്ന് മതി ചോദിച്ചപ്പോൾ ഒന്ന് മതിയായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടെണ്ണമൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ബാക്കിയാക്കി കളയും. അപ്പോൾ പിന്നെ ഒരു ഇത് ഇട്ട് കൊടുത്തു കേട്ടോ. മത്തി ഉണ്ടായിന്, അതും ഇട്ട് കൊടുത്തു. ഇന്നലെ പൊരിച്ചിട്ട് മത്തി കുട്ടി ഉണ്ടായിന്, അതിഷ്ടമാണ് അവന് മത്തി. അപ്പോൾ അങ്ങനെ അതും കൊടുത്ത് ഇപ്പോൾ ഇതാക്കണേ നമ്മളെ ഗ്യാസ് മേലൊക്കെ അയക്കണേ. അതിനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കൂളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ചോറ് കഴിച്ചാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താണെന്ന് പറയുക, ചാറ് വെണ്ടക്ക ചാറ് ഒരു അരിക്കിന് പാർന്നിട്ടുള്ളൂ. കാരണം ആ സമ്മന്തിയും കൂട്ടി തിന്നാനും വേണ്ടിയാണ് കേട്ടോ. അല്ലെങ്കിൽ ചാറ് ഞാൻ നടക്കുക പാരില്ല. അങ്ങനെ ഞാനിതാക്കണേ ഒരു കണ്ടം മീനും 2 തലയും എടുത്തുക്കണം കേട്ടോ. തല പൊരിച്ചതാണെങ്കിലും ചാറ്റത്തതാണെങ്കിലും നമുക്ക് നല്ല തൃപ്തിയാണ് കേട്ടോ. നല്ല രസമാണ് തല ഇങ്ങനെ തിന്നാൻ. പിന്നെ ഇതാക്കണേ ഞാൻ നമ്മളെ സമ്മന്തിയും കൂട്ടി ചോറ് വേവിച്ച മക്കളെ പച്ചപ്പുള്ളിയും കാന്താരിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഒന്ന് അരച്ചു നോക്കണ്ടി. പള്ള നിറയണേന്ന് അറിയില്ല. 1 പ്ലേറ്റും 2 പ്ലേറ്റും ഒക്കെ വേവിച്ച അത്രക്കും രസമാണ്. പിന്നെ ഞാൻ ചാറ് ഉണ്ടാക്കിയത് സാനുവിനും മീനുട്ടിക്കും ചാറ് വലിയ തൃപ്തിയൊന്നുമില്ല, വേണമെന്നൊന്നുമില്ല. പക്ഷേങ്കിൽ നമ്മളെ വലിയ കുട്ടിക്ക് വേണം കേട്ടോ. ഓന് ചാറ് വേണം. അതുകൊണ്ടാണ് നമ്മൾ ചാറുണ്ടാക്കണത്. ഇച്ചും തന്നെ ഈ സമ്മന്തി ഉണ്ടെങ്കിൽ ഒരു ചാറിനും പൂതില്ല കേട്ടോ. അപ്പോൾ ഏതായാലും അങ്ങനെ നമ്മൾ ചോറൊക്കെ വേവിച്ച് മുള്ള് കൊണ്ടിടാൻ വേണ്ടി വന്നപ്പോഴാണ് മക്കളെ തിരുമ്പി വെച്ചത് കണ്ടത്. തിരുമ്പലൊക്കെ 8 മണിയാകുമ്പോൾ തിരുമ്പി കഴിഞ്ഞിരിക്കണ്. നേരെ ഇപ്പം എത്രയായി എന്നറിയാം, 2 മണിയായിക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഇത് കണ്ടത്. മുള്ള് കൊണ്ടിടാൻ വേണ്ടി വന്നിട്ടില്ലെങ്കിലോ ഈ തിരുമ്പിയത് കാണൂല്ല. അതിങ്ങനെ നിൽക്കും. പിന്നെ എപ്പോഴെങ്കിലും പുറത്തിറങ്ങിയ ഈ സൈഡിന് പിന്നെ നമ്മൾ കയറിക്കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങില്ല. പിന്നെ മുന്നിലല്ലേ ഇരിക്കലും ഇതൊക്കെ ആക്കുള്ളൂ, ഇങ്ങോട്ട് വരില്ല. പിന്നെ ഇറങ്ങണത് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ. മിറ്റടിച്ച് വരാനൊക്കെയാണ് ഇറങ്ങണത്. അപ്പം അത് വരിക അവിടെ നിൽക്കും. അങ്ങനെ ഇതാക്കണേ നമ്മൾ പാൻറ്റൊക്കെ ഒന്ന് മറിച്ച തോരയിടാം കേട്ടോ. അങ്ങനെ അതൊക്കെ മറിച്ചിടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ലെങ്ത്ത് കുറച്ച് കൂടിയിട്ടോ. ഇന്നലെ ലെങ്ത്ത് കുറഞ്ഞുകൊണ്ട് ഇന്ന് കുറച്ച് കൂട്ടിയിട്ടതാണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോന്നൊന്നും നമുക്ക് പിടിയാടില്ല. ഏതായാലും പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ.